നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. ശിഷ്യർ ചെതറി ഓടും എന്ന് യേശു പ്രവചിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യേശു അവരോട്, നിങ്ങളെല്ലാവരും ഇടറിപ്പോകും, ഞാൻ ഇടയനെ വിട്ടും ആടുകൾ ചെതറിപ്പോകും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. കർത്താവായ യേശുക്രിസ്തു സർവജ്ഞാനിയായ ദൈവമാണ് എന്നുള്ളതിൻ്റെ മറ്റൊരു ഉദാഹരണമാണിത്. യേശു ഇതുവരെ പറഞ്ഞതെല്ലാം അക്ഷരപ്രകാരം നിറവേറി എന്നുള്ളത് നമുക്കറിയാം. നിങ്ങൾ ചെല്ലുക, ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അവർ കണ്ടു. അതിനെ അഴിച്ചുകൊണ്ട് വരിക. ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് ആവശ്യമുണ്ടെന്ന് പറയുക, ക്ഷണത്തിൽ വിട്ടയക്കും. അത് സംഭവിച്ചു. യേശു പറഞ്ഞു, നിങ്ങൾ പോവുക, ഒരു പുരുഷൻ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് വരുന്നത് കാണും. അവർ കണ്ടു. അവൻ പോകുന്ന വീട്ടിൽ ചെന്ന ആ വീട്ടുടയവനോട്, ഞങ്ങളുടെ ഗുരു ചോദിക്കുന്നു, പെസഹ കഴിക്കാനുള്ള ശാല എവിടെ? അവനൊരു വൻമാളിയെ കാണിച്ചു തരും, അവിടെ ഒരുക്കുവീൻ. അത് സംഭവിച്ചു. നമുക്കറിയാം, പത്രോസിനോട് പറഞ്ഞു, നീ പോയി ചൂണ്ടയിടുക, ആദ്യം കിട്ടുന്ന മീൻ്റെ വായിൽ ഒരു ചതുദ്രഹ്മപ്പണം ഉണ്ടായിരിക്കും. അത് സംഭവിച്ചു. ഇവിടെ യേശു തന്നെ കാണിച്ചു കൊടുക്കുന്ന ദിവസം, സർവജ്ഞാനത്തിലെല്ലാം അറിഞ്ഞിരുന്ന യേശു ശിഷ്യരോട് പറയുകയാണ്, നിങ്ങൾ എന്നെ വിട്ടുപോകാനിടയാകും. മത്തായിയുടെ സുവിശേഷത്തിൽ ഈ രാത്രി നിങ്ങൾ എന്നെ വിട്ട് ചിതറിപ്പോകാനിടയാകും എന്നാണ് യേശു പറഞ്ഞത്. അതൊരു പ്രവചന നിവൃത്തിയായിരുന്നു. സഖറിയാവ് എന്നുള്ള പ്രവാചകനാണ് അതങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. സഖറിയ പ്രവചനം ക്രിസ്തുവിന് 100-600 വർഷം മുമ്പ് എഴുതിയതാണ്. അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഞാൻ വായിക്കുന്നു. വാളെ എൻ്റെ ഇടയൻ്റെ നേരെയും എൻ്റെ കൂട്ടാളിയായ പുരുഷന്റെ നേരെയും ഉണരുക എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ആടുകൾ ചെതറിപ്പോകേണ്ടതിന് ഇടയനെ വിട്ടുക. കർത്താവായ യേശു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു. എല്ലാ കുട്ടികൾക്കും അറിയാവുന്ന ഒരു സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം, യഹോവ എൻ്റെ ഇടയനാകുന്നു. പക്ഷേ യേശു പറയുകയാണ്, ഞാനാണ് ആ ഇടയൻ. പഴയ നിയമത്തിൽ യഹോവ എന്ന് പറയുന്നത് എൻ്റെ കാര്യമാണ്. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നുവെന്നും യേശു പറഞ്ഞു. അപ്പോൾ ദൈവം, മനുഷ്യന്റെ സൃഷ്ടാവും രക്ഷിതാവും പരിപാലകനുമായ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വരുന്നത് ജീവൻ കൊടുക്കാനാണ്, രക്തം ചിന്താനാണ്, അടിയേൽക്കാനാണ്, മരിക്കാനാണ്, നരകമേൽക്കാനാണ് എന്ന് യേശു ഇതിനോടകം പല പ്രാവശ്യം പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ യേശു പറയുകയാണ്, ഇന്ന് നിങ്ങളെല്ലാവരും എന്നെ വിട്ടുപോകും. ഒരു പ്രവചനം നിവൃത്തിയാകും. ഞാൻ ഇടയനെ വിട്ടും ആടുകൾ ചെതറിപ്പോകും എന്നുള്ള പ്രവചനം നിവൃത്തിയാകും എന്നാണ് പറഞ്ഞത്. വാളെ ഉണരുക. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യനെ ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് ഇറക്കി വിട്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ കിഴക്ക് ഭാഗത്ത് കവാടത്തിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയുമായിട്ട് ദൂതന്മാരെ നിർത്തിയെന്നാണ് വായിക്കുന്നത്. ആ ഏദൻ തോട്ടത്തിലേക്ക്, അല്ലെങ്കിൽ പർദീസയിലേക്ക്, അല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് പാപിയായ മനുഷ്യൻ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയുമായി ദൈവം ദൂതന്മാരെ നിർത്തിയത്. എന്നാൽ ഇവിടെ പിതാവായ ദൈവം പറയുകയാണ്, വാളെ ഉണരുക. മനുഷ്യനെതിരായിട്ട് തിരിഞ്ഞുകൊണ്ടിരുന്ന ആ വാളിൻ്റെ നേരെ പുത്രൻ തമ്പുരാൻ കടന്നു പോവുകയാണ്. എന്തിന്? നമ്മയെല്ലാം പർദീസയുടെ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ ആ പഴയ അവസ്ഥയിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ. യേശു മരിച്ച സമയത്ത് നമുക്കറിയാം, കുരിശിലെ കള്ളനോട് പറഞ്ഞ്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കും എന്നാണല്ലോ. അപ്പോൾ മരണശേഷം വാസ്തവത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു സ്വസ്ഥതയുടെ, സന്തോഷത്തിൻ്റെ, പർദീസയുടെ അനുഭവമാണ്. ഭാവിയിൽ നമുക്ക് തേജസ്കരണം ഉണ്ടായി നമ്മൾ ദൈവരാജ്യത്തിൽ വാഴുവാനും ഇടയായിത്തീരും. അതിനെല്ലാം അടിസ്ഥാനം
യേശു ആ വാളിന് നേരെ അടുത്തു എന്നുള്ളതാണ്. നമുക്കെതിരെ തിരിഞ്ഞുകൊണ്ടിരുന്ന ആ വാള് പിതാവായ ദൈവം പുത്രന്റെ നേരെ വീശി. അബ്രഹാം തൻ്റെ മകനെ കൊല്ലാൻ വാളോങ്ങിയപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, അബ്രഹാമേ അബ്രഹാമേ, ബാലന്റെ മേൽ കൈവെക്കരുത്. എന്നാൽ അതേ ദൈവം കരുണ കൂടാതെ പുത്രനെ യാഗമാക്കാൻ വാളുയർത്തി ആ പുത്രനെ യാഗമാക്കി. നമ്മളൊക്കെ വിചാരിക്കുന്നത് യേശുവിനെ യഹൂദന്മാര് കൊന്നു, അല്ലെങ്കിൽ പുറജാതി പട്ടാളക്കാർ കൊന്നു എന്നൊക്കെയാണ്. പക്ഷേ യേശുവിൻ്റെ മരണത്തിന് യൂദയാകട്ടെ, ഹന്നയാകട്ടെ, കയ്യഫാവാകട്ടെ, യഹൂദന്മാർ, അവരുടെ മഹാപുരോഹിതന്മാരാകട്ടെ, പുറജാതികളായ പട്ടാളക്കാരാകട്ടെ, അല്ലെങ്കിൽ യഹൂദരാകട്ടെ, പുറജാതികളാകട്ടെ, മനുഷ്യരാകട്ടെ, പിശാചാകട്ടെ, ഇതിനൊന്നും ഉത്തരവാദിയല്ല. യെശയ്യാപ്രവചനത്തിൽ വായിക്കുന്ന, അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. യേശുവിന് നേരെ വാളോങ്ങിയത് പിതാവായ ദൈവമാണ്. അഥവാ യേശുവിനെ പിതാവ് നമുക്ക് വേണ്ടി യാഗമാക്കുകയാണ് ഉണ്ടായത്. അതെല്ലാം അറിഞ്ഞ സർവജ്ഞാനിയായ യേശു ശിഷ്യരോട് പറയുകയാണ്, നിങ്ങളെല്ലാവരും ചെതറിപ്പോകാനിടയായി തീരും. ഞാൻ ഇടയനെ വെട്ടുമെന്നുള്ള പ്രവചനം ഇന്ന് രാത്രി നിവർത്തിക്കപ്പെടുവാൻ ഇടയാകും. ഇതിനു മുമ്പ് യേശു ഇതിനെക്കുറിച്ചൊക്കെയുള്ള സൂചന പറഞ്ഞപ്പോൾ, ഞാൻ നിന്നെ വിട്ടുപോകുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു, അല്ലെങ്കിൽ ശിഷ്യന്മാരെല്ലാവരും തന്നെ പറഞ്ഞു. പക്ഷേ യേശുവിനെ പിടിച്ച സമയത്ത് എല്ലാവരും ചെതറിപ്പോയി. പത്രോസ് വളരെ അകലം വിട്ട് പിൻഗമിച്ചു എന്ന് വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു ഏകനായി തീരേണ്ടത് ആവശ്യമായിരുന്നു. നമ്മുടെ ഏകാന്തത മാറാൻ, നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി ദൈവത്തോടുള്ള സഹിത്വം അനുഭവിച്ചുകൊണ്ട് നിത്യം ജീവിക്കാൻ ഇടയാകേണ്ടതിന്, അല്ലെങ്കിൽ നമുക്ക് ദൈവമക്കളുമായി കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് കർത്താവായ യേശു ഏകനാകേണ്ടത് ആവശ്യമായിരുന്നു. യേശു അത് പറഞ്ഞു, ഞാൻ പിതാവിന് പ്രസാദമുള്ളത് പ്രവർത്തിക്കുന്നതുകൊണ്ട് അവൻ എന്നെ ഇതുവരെ ഏകനായി വിട്ടിട്ടില്ല. എന്നാൽ അങ്ങനെ ഒരു നാഴിക വരുന്നു, ഞാൻ ഏകനാകേണ്ട ഒരു നാഴിക, ആ പാനപാത്രം കുടിക്കേണ്ട ഒരു നാഴിക വരുന്നു, ആ സ്നാനമേൽക്കേണ്ട ഒരു നാഴിക വരുന്നു. സ്നാനം വ്യക്തിപരമാണ്, ഓരോരുത്തരായിട്ടാണ് സ്നാനപ്പെടുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എനിക്കൊരു സ്നാനമേൽക്കാനുണ്ട്. അതായത് അഗ്നി നരകം, മനുഷ്യൻ്റെ പാപത്തിൻ്റെ ശിക്ഷ താൻ നമുക്ക് പകരം അനുഭവിക്കുന്ന കാര്യമാണ് യേശു ഇവിടെ ഉദ്ദേശിച്ചത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കൂട്ടായ്മ ഉണ്ടാകാൻ യേശു ഏകനായി തീരേണ്ടത് ആവശ്യമായിരുന്നു. സന്തോഷത്തോടെ യേശു നമുക്കായി ഏകനാകാൻ പോവുകയാണ്. അതാണ് യേശു മുൻകൂട്ടി ശിഷ്യന്മാരോട് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ ദൈവമക്കളാക്കാൻ യേശു പിതാവായ ദൈവത്തിൽ നിന്ന് അകലപ്പെട്ടു. നമുക്ക് കൂട്ടായ്മയും സന്തോഷവും ഉണ്ടാകാൻ യേശു ഒറ്റപ്പെടുവാനിടയായി. നമുക്കെതിരെ തിരിഞ്ഞുകൊണ്ടിരുന്ന വാള് നീങ്ങിപ്പോകുവാൻ, ന്യായവിധി നീങ്ങിപ്പോകുവാൻ, കർത്താവ് ന്യായവിധിയുടെ ആ വാളിന് നേരെ, അല്ലെങ്കിൽ ആ വാളിന് ഊണാകാൻ ഇടയായിത്തീർന്നു. ഇതെല്ലാം പഴയ നിയമത്തിൽ യേശു ജനിക്കുന്നതിന് മുമ്പ് എഴുതപ്പെട്ട കാര്യങ്ങളാണ്. അതനുസരിച്ചുകൊണ്ടാണ് യേശു ജനിച്ചത്, ജീവിച്ചത്, മരിച്ചത്. ഈ കർത്താവിനെ, ഇതുപോലെ ദൈവത്വം തെളിയിച്ച ഈ കർത്താവിനെ അറിയുവാനുള്ള ഭാഗ്യം നമുക്കുണ്ടായി. ആ ഭാഗ്യം ലഭിക്കാത്തവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സത്യം, യേശുവിനെ കുറിച്ചുള്ള പരമമായ സത്യം അവരറിയട്ടെ. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.